വിളിച്ചാ വരികയില്ല. ആനിയമ്മേ വരുവാ. കണ്ടോ ഇതൊരു പച്ചക്കറി കട മുഴുവനുണ്ടല്ലോ. എടി ഇത് മുഴുവൻ ഓർഗാനിക്കാ. നല്ല ചാരവും ചാണകവും ഇട്ടുണ്ടാക്കിയത്. ഈ മുട്ടയും മുട്ടയില്ല, ഈ ചേമ്പും കാച്ചിലും ഈ ഓൾ വെജിറ്റബിൾസ്. എന്റെ പൊന്നാനിയമ്മ, ഇന്നത്തെ ലേലത്തിന് നീ കൂടെ വരേണ്ടതായിരുന്നു. എന്നെ പിടുത്തമായിരുന്നു അറിയോ? നമ്മുടെ കോച്ചേരി ബാബു എന്നോട് വാശിക്ക് മത്സരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവോ? നിനക്കറിയോ, ആ 10 കോഴിമുട്ട 4000 രൂപയ്ക്ക് ഞാൻ പിടിച്ചേ. 4000 രൂപയോ ഈ മുട്ടയ്ക്കോ? പിന്നെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ വികാരിയച്ഛനും ഉണ്ടായിരുന്നു എരിവ് കയറ്റാൻ. വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാച്ചിലെ നല്ലപോലെ പുഴുങ്ങിട്ട് നല്ല തൈര്യമതി കൂട്ടി ഒരു പിടുത്തം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. ഭയങ്കര ദാഹമേ. വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിക്കുക അല്ലേ? നോക്കൂ, പൈനാപ്പിൾ നല്ലതായിരിക്കും അല്ലേ? നല്ലതായിരിക്കും. പക്ഷെ അപ്പടി മധുര. പപ്പയ്ക്ക് ഷുഗർ അല്ലേ? അപ്പൊ ഇത് മതി. നല്ലതാ, അടിച്ചോണ്ട് തരാവേ. എനിക്ക് ചൊറിഞ്ഞ് കേറുന്നുണ്ട്. എന്നാ പപ്പ? അല്ല, ഈ ചേന നിങ്ങൾ കഴിക്കുന്നവർ കഴിക്കുമ്പോ സൂക്ഷിക്കണം. ചിലപ്പോ ചൊറിയും. നിന്നെപ്പോലുള്ളവർക്ക് കൂടുതൽ ചൊറിയും. ചൊറിയും ചൊറിയും. നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഡ്രംസ് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം ഇല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേബി പിടിക്കുമല്ലോ അല്ലേ? വിശുദ്ധം തന്നെ മതി. ജോസൂട്ടി, ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, കുറച്ച് കേക്കൊക്കെ എടുത്തു വെക്കാൻ മേലായിരുന്നോ? ചേർ വെച്ചേ, തിരക്കൊന്ന് കഴിയട്ടെ. സമ്മതിക്കണം, കേട്ട് നിന്നു പോവും. അവരുടെ നിത്യത്തൊഴിലല്ലേ വകച്ചായ. എന്നാന്നറിയില്ല, ഇത് കേൾക്കുമ്പോ എനിക്ക് പെരുന്നാളിന് പ്രദർശനം ഇറങ്ങുന്ന ഓർമ്മ വരും. ഈ പെരുന്നാളിന് എങ്ങനെ മെൽവിൻ വരുമോ? പോയിട്ട് 5 കൊല്ലം ആയില്ലേ, ചിലപ്പോ വന്നേക്കും. ഞാൻ ഈ പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. നമ്മൾ പഠിപ്പിക്കാവുന്നത്രേ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു. ഞാൻ എന്റെ കടമ നിറവേറ്റി. ഈ കാലത്ത് പിള്ളേരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നേ. ഒരു കണക്കിന് അതാ നല്ലത്. ഇളയ മോനെ വിടാൻ പോവാ. പിള്ളേർ പോയി രക്ഷപ്പെട്ടെന്നേ. രക്ഷപ്പെട്ടെന്നേ. പിള്ളാച്ചോ അമ്മച്ചിക്ക് കുറച്ച് വടിയും മടക്കുന്ന പൊടിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? തൊട്ടാ പൊടിയും സാധന. പിള്ളാച്ചന്റെ കടലേ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവണ്ടേ? അല്ല, എന്നാ പിന്നെ അമ്മച്ചി അനാഥാലയത്തിലിട്ട് കഷ്ടപ്പെടുത്താതെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരാൻ മേലേ? അനാഥാലയോ എന്നാരും പറഞ്ഞു? ഇതായി നാടിന്റെ കുഴപ്പം. അനാഥാലയം ഒന്നുമല്ല, ഓൾഡ് ഏജ് ഹോം. വെളിയിലൊക്കെ ആളുകൾക്ക് വയസ്സാകുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റൂം ബുക്ക് ചെയ്യും. 24 hours ഡോക്ടർ ഫെസിലിറ്റി, നഴ്സിംഗ് കെയർ, ഡയറ്ററി ഫുഡ്, എവരിതിങ്. 10,000 കൊടുത്താൽ തന്നെ ഇതുപോലെ ഫെസിലിറ്റി എനിക്ക് അമ്മച്ചിക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ? പിള്ളേച്ച പത്രം കേട്ടാ പോരാ, ഇവനും കൂടെ കേൾക്കണം. എടാ ജോസൂട്ടി, എനിക്ക് വേണ ഒരു ഹോം നേഴ്സിനെ കൂട്ടി അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം. ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന 10,000 വേണം ലാഭിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ കിട്ടുന്ന സന്തോഷം അമ്മച്ചിക്ക് വീട്ടിൽ കിട്ടുകയല്ല. അവിടെ ആവുമ്പോ ഈ സമപ്രായക്കാരുമായിട്ട് അമ്മച്ചി സംസാരിച്ചും പ്രാർത്ഥിച്ചും സന്തോഷമായിട്ട് കൂടിക്കോളും. അമ്മച്ചി അവിടെ ഹാപ്പിയാ. അതിനിടെ അനാഥാലയം കൊണ്ട് വന്നേക്കുന്നു. വിളിച്ച അവിടുന്ന് ജോസൂട്ടി പോവാടാ. ശരി ചേ. വീട്ടിൽ നിന്ന് ഈ സമയത്ത് എന്നാടി? അവരോട് നിൽക്കാൻ പറയടി, ഞാനങ്ങോട്ട് വരാം. എന്നാടാ ഇത്? തൊട്ട സെപ്റ്റിക് ആകുമല്ലോ. നിനക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തൂടെ? ഇത് കൊള്ളാലോ, പുതിയ അരവൾക്കാരാണോ? ചേട്ടത്തി ഇരുന്നിരുന്നോ? ഇവിടെ നോക്കി, ഇവിടെ ഇവിടെ ചേട്ടത്തി ഒന്ന് അടുത്തോട്ട് നോക്കിയേ. ഇനി വലത്തോട്ട് നേരെ നോക്കിക്കേ. കണ്ണടക്കല്ലേ, 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 കണ്ണടക്കല്ലേ.
മോനെ മേക്കപ്പ് കുറച്ച് കുറയ്ക്കണോ ഏ. അല്ല ഇനി മേക്കപ്പ് ഇല്ലാതെ വരുമ്പോ സ്കാനർ അകത്തേക്ക് കയറ്റി വിടാതിരിക്കരുത് ഞങ്ങൾ എല്ലാരും എടുക്കണ്ടേ എന്തൊക്കെ പരിപാടിയാ ഇത് ശരി കേട്ടോ അവനെന്താ എൽബിൻ അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ അവൻ ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയേക്കുവാ ഓക്കെ ഓക്കെ മോനെ എനിക്കിതേലും ഒരു ഫോട്ടോ തരണേ അങ്ങാരുടെ കൂടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ. അല്ല ചേട്ടത്തി ഇതങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഫോട്ടോ അല്ല. ഇനി ഏതായാലും ചേട്ടത്തിക്കേ കാലത്ത് ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരികയല്ല സാർ ഞങ്ങളുടെ കിച്ചൺ മേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെന്താ ആയിക്കോട്ടെ കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക്. വാ നടക്കടി വരൂ